ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹാപ്പി ഈസ്റ്റർ എന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണ്. നമ്മൾ എന്നാണ് ഈ വീഡിയോ ഇടാൻ പോകുന്നത് കറക്റ്റ് എനിക്കറിയത്തില്ല. എന്തായാലും ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസമായെങ്കിലും നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വലിച്ചു നിടുന്നില്ല, നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്. എന്തായിരിക്കും തമ്പനയിൽ കണ്ടാണ് അത് തന്നെ. നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇന്നോവയുടെ ക്രിസ്റ്റിയാണ്. അപ്പോൾ ഇവരുടെ പാക്കിംഗ് ഉണ്ടോ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് അതിൻ്റെ മണ്ടേ കൂടെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാക്കിംഗ് ഇവർ നേരത്തെ ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത് ചെയ്തായിരിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് സാധനം അൺബോക്സ് ചെയ്യാം. നമ്മുടെ അവിടെ കട്ടിയുണ്ട്, ടെർബോ അവിടെ ഇരിക്കുന്നുണ്ട്. ടെർബോയിൽ വെച്ചില്ല, ടൈം വേസ്റ്റ് ചെയ്യണല്ല. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് തുറക്കാട്ടോ. വാവ്, സബിറാത്ത് ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഈ സാധനം മേടിച്ചിരിക്കുന്നത്. 237 രൂപേൻ്റെ വില. അമ്പോ പാക്കിംഗ് ഉണ്ടോ നിങ്ങൾ നോക്കിയേ, നല്ല ഉഗ്രം പാക്കിംഗ് ആട്ടോ. കാരണം എനിക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പാക്കിംഗ് കിട്ടുന്നത് വളരെ അപൂർവമാണ്. 6 ദിവസം പിടിച്ചിട്ട് സാധനം കൈ കിട്ടാനായിട്ട് 6 ദിവസം പിടിച്ച്. പക്ഷേ ഇത് പൊട്ടിക്കാനായിട്ട് ഒന്നും കിട്ടും. അത് പൊട്ടിച്ചിട്ട് എനിക്കെല്ലാം വന്നു കേട്ടോ. പണ്ട് സാധനം പിടിക്കാൻ ഉണ്ടേട്ടാ, ഇത് മാറ്റിയിട്ട് പൊട്ടിക്കാം. വാവ്, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നോവ. വാവ്, കൊള്ളാട്ടോ, നല്ല കളറല്ലേ. പിന്നെ സബിറാറ്റ് ക്രിസ്ത്യാനോ എന്നൊക്കെ പറഞ്ഞാണ് തന്നത്. പക്ഷേ നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് സെൻറ്റിയുടെ തന്നെയാണ്. സെൻറ്റി വിൽഫോഴ്സ് നമ്മുടെ സ്ഥിരം ഐറ്റം. പിന്നെ ഇത്തവണ നമുക്ക് നല്ല പാക്കിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ആരും അഴിച്ചിട്ടില്ല. 2025 ബാച്ച് നമ്പർ. വില അവന്മാർ കളഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. 2024 ജാനുവരിയിലാണ് മാനുഫാക്ചർ. പിന്നെ ഇത് എന്താണ് 24 ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് 25 ബാച്ച് എന്നൊക്കെ പറഞ്ഞ് തമ്പുരാനറിയാം. 4 കളേഴ്സ് ഉണ്ട്. ഞാൻ ഈ കളറാണ് ബുക്ക് ചെയ്തത്, ഗോൾഡ്. പക്ഷെ നമുക്ക് വന്നേക്കുന്ന സിൽവറാണ്, റെഡ് ഉണ്ട്, നീലുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമുക്ക് അൺബോക്സിങ്ങും മെനക്ക് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് കവർ നശിപ്പിക്കാൻ തോന്നുന്നില്ല. കവർ നശിപ്പിച്ചില്ല, പക്ഷെ വണ്ടിയിൽ സ്ക്രാച്ചായി. ഓക്കെ, പതുക്കെ നമുക്ക് അടിയിൽ നിന്ന് എടുക്കാം. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഹോട്ട് വീൽസ് മേടിച്ച് കഴിഞ്ഞാൽ ചിലവരൊന്നും ഹോട്ട് വീൽസിൻ്റെ കവർ പോലും പൊളിക്കത്തില്ല. അതെന്താ എനിക്കറിയത്തില്ല, ഞാനാണെങ്കിൽ പൊളിച്ചാനെ അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ കവർ എന്തായാലും സൂക്ഷിച്ച് വെച്ചേക്കാം. അപ്പോൾ വണ്ടി കൊള്ളാട്ടോ. ഞാൻ വിചാരിച്ച് മോശമായിരിക്കും, പക്ഷെ മറ്റേ കാണുന്ന ഡ്രസ്സുണ്ട്. ഏകദേശം നമ്മുടെ ഇന്നോവയുടെ ക്രിസ്റ്റിയുടെ ആ ഒരു ലുക്കൊക്കെ തന്നെ ഇൻസ്പയർഡ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ പക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പേര് ട്രാവലറിനായിപ്പോയി, എന്ത് തേങ്ങയാണാവും. അതെ, ക്രിസ്ത്യാനോ ബാക്കിലും ക്രിസ്ത്യാനോ ആണ്. റിയർ വൈപ്പർ ഭയങ്കര വരുന്നതാണല്ലോ. ഇത് ഏതിൻ്റെ വൈപ്പർ വെച്ചത്? ഓട്ടോമാറ്റിക് ആട്ടോ, ഓട്ടോ. ഏതാണ് 2.8 ആണോ 2.4 ആണോ? 2.8 നിർത്തിയില്ലേ, അതെന്തായാലും അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കാണാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്കെയിൽ മോഡൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കെയിലെടുത്ത് നമ്മൾ അളന്ന് നോക്കണം എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ടു ഇതെടുക്കാം. 14 സെൻറ്റിമീറ്റർ അടിക്കാൻ കേട്ടോ ഇതിൻ്റെ ആ ഒരു നീളം എന്ന് പറയുന്നത്. അതുപോലെ ഇനി ഇതിൻ്റെ വീതി എടുക്കുകയാണെങ്കിൽ ഏകദേശം 5 സെൻറ്റിമീറ്റർ അടിക്കുന്നുണ്ട്. കാണാനൊക്കെ കൊള്ളാം. ഇതിൻ്റെ ആ ഒരു ക്ലോസ് ലുക്കും കൂടി കാണിച്ചു തരാം. പിന്നെ ഡോറൊന്നും തുറക്കാൻ പറ്റത്തില്ല, ഒന്നും തുറക്കാൻ പറ്റത്തില്ല, എല്ലാം ആ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സെൻറ്റിയുടെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഈ പോളോനൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും ഡീറ്റെയിലിംഗ് ഒക്കെ നൽകിയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത് 237 രൂപക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വില. എനിക്ക് സൂപ്പർ കോയിൻസ് ഉണ്ടായിരുന്നു 18 രൂപ. സൂപ്പർ കോയിൻസിൽ കുറഞ്ഞിട്ട് 237 രൂപക്കാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയിരിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നമുക്ക് ഇതൊക്കെ ഒന്ന് ഞാൻ എന്തായാലും ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് വെച്ചാൽ മാർക്കർ കൊണ്ട് ഞാൻ അടിക്കുന്നുണ്ട്. അത് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചൊന്ന് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണം. ബട്ട് വണ്ടി കാണാൻ കൊള്ളാം. ഞാൻ മോശമായിരിക്കുമെന്ന് വിചാരിച്ചത്, ബട്ട് അത്ര മോശമല്ല. പിന്നെ നമുക്ക് ഈ സെൻറ്റി എന്ന് പറയുന്ന പ്രൊഡക്ട്സിൻ്റെ, സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാഹനങ്ങളൊക്കെ നമുക്ക് വളരെ വില കുറച്ച് കിട്ടും. ഡൈക്കാസ് എന്നല്ല, പ്ലാസ്റ്റിക് ആണ്, അത് ഞാൻ എടുത്ത് പറയുന്നു. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാസ്റ്റിക് സാധനമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ 300 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ടോയ്സുകളാണ് ഈ കാണുന്നതൊക്കെ. സെൻറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ, സെൻറ്റി വിൽഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡൈക്കാസ് എന്നല്ല, ഇതൊക്കെ ഡൈക്കാസ്റ്റ് ആണ്. ഇത് 217 രൂപ നമുക്ക് കിട്ടിയാട്ടോ, അതിൻ്റെ അതൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് ക്ലോസ് ലുക്കും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട്, പൊളിയല്ലേ? അപ്പോൾ ഈ വീഡിയോക്ക് ഒരു 10K വ്യൂവേഴ്സ് എങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ പറയുന്ന അടുത്ത ഐറ്റം നമ്മൾ താണ്ടെ മേടിച്ചിരിക്കും. അപ്പോൾ വീഡിയോ വലിച്ചു തരുന്നില്ല, നേരെ വന്നിട്ട് ക്ലോസ് ലുക്കിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ക്ലോസ് ലുക്ക് എന്ന് പറയുന്നത്. വണ്ടി കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ, നോക്കി കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. കണ്ടോ, ആ ഫ്രണ്ടിൽ ക്രിസ്ത്യാനോ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂസൊക്കെ അത്യാവശ്യം നമുക്ക് ഇന്നോവ ക്രിസ്ത്യാനൊക്കെ തോന്നിക്കാം. പിന്നെ നിങ്ങളൊരു ഇന്നോവ ക്രിസ്റ്റയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഡാഷിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഉഗ്രം പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. വളരെ അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കളറൊക്കെ മാറ്റാട്ടോ. സംഗതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുവെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക.